വാർത്താസമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ തുടക്കം മുതൽ, അതായത് ഈ പറയുന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടുള്ള തുടക്കം ഏറ്റവും ഒടുവിലായി റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ആവർത്തിക്കുന്നുണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി. അതായത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉറപ്പാണ് എന്ന്. അപ്പോൾ ഈ ചർച്ചകളിലൂടെ കുറച്ചുകൂടി മൈലേജ് ജോസിന് കിട്ടുകയാണോ? പ്രജീഷ്, അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിലെ വാക്യങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അത് രാഷ്ട്രീയ കേരളം എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന കുരിശിൻ്റെ വഴിയിൽ വരുന്ന വാക്കുകളാണ്. അതിനകത്ത് യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് എന്തിനു കേഴുന്നു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കേഴുവിനെന്ന് അവരോട് ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്. സ്വാഭാവികമായിട്ടും UDF അവരെ ജില്ലാ പഞ്ചായത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്താക്കുകയാണ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 2 ടേം എടുക്കുന്നു. ആ സമയം അത്രയും ഞങ്ങൾ പീഡാനുഭവ യാത്രയിലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ കരയേണ്ടതില്ല, നിങ്ങളെ ഓർത്ത് കരഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് KM മാണി പറഞ്ഞിരുന്നത് ഇത്തരം മുന്നണി മാറ്റം വരുന്ന സമയത്ത് കേരള കോൺഗ്രസ് എന്നാൽ സുന്ദരിയായ ഒരു യുവതിയാണ്, അവരെ നോക്കി പലരും കണ്ണിറക്കാറുണ്ട്, വിളിക്കാറുണ്ട് എന്ന് മാത്രമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ ഓർത്ത് കരയേണ്ട എന്ന്. അതിൻ്റെ അർത്ഥം വിസ്മയമുണ്ടാകുമെന്ന് പറഞ്ഞ UDF നേതാക്കന്മാർക്കുള്ള മറുപടി എന്ന് പറയാം. 2 അഭ്യൂഹങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി സംസാരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. അതേക്കുറിച്ച് അദ്ദേഹം സോണിയാഗാന്ധി സംസാരിച്ചു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. അത് നിങ്ങളാണ് പറഞ്ഞത് എന്നാണ്. അതായത് സോണിയാഗാന്ധി വിളിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. മറ്റ് UDF നേതാക്കൾ വിളിച്ചു എന്ന കാര്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നില്ല. എന്ന് മാത്രമല്ല LDF-നൊപ്പം ഉറച്ചു നിൽക്കുകയെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ചുരുക്കത്തിൽ ഈ ചർച്ചകളിലൂടെ ഗുണം കിട്ടുന്നത് കേരള കോൺഗ്രസിന് തന്നെയാണോ, ജോസിന് തന്നെയാണോ? കാരണം ഇവിടെ നിന്ന് ഒരു പ്ലാന്റഡ് വാർത്ത അല്ലെങ്കിൽ ഒരു ന്യൂസാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ജോസ്. അപ്പോഴും എന്താണ്, UDF-ൽ നിന്നാലും UDF-ലേക്ക് പോയാലും LDF-ലേക്ക് പോയാലും ക്ലെയിം പവർ കുറച്ചുകൂടി കൂടുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നോക്കൂ, ഇങ്ങനൊരു ചർച്ചകൾ പോലും ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ തന്നെ തിടുക്കപ്പെട്ട് തന്നെ പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ ആളുകളൊക്കെ തന്നെ ജോസുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചകളുടെയൊക്കെ തന്നെ നിലവിലെ സ്ഥിതി എന്താണെന്നാണ് നമുക്ക് രാഷ്ട്രീയമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീക്ഷ, ഒരു തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുന്നണി മാറ്റം അതിനു മുമ്പ് തന്നെ തുടങ്ങും. ആ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുക സ്വാഭാവികമാണ്. അതിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അത്തരം നീക്കങ്ങളെയൊന്നും തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ LDF നയിക്കുന്ന മധ്യമേഖലാ ജാഥയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ജാഥ ക്യാപ്റ്റനല്ല, പകരം പ്രൊഫസർ N ജയരാജനെ ആ ചുമതല ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത വന്നിരുന്നു. അത് അദ്ദേഹം തള്ളുകയാണ്. ജാഥയുടെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംശയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം അഭ്യൂഹങ്ങൾ പരന്നത്. മറ്റൊന്ന് സോണിയാഗാന്ധി വിളിച്ചു എന്നുള്ള പരാമർശം, അതും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു നീക്കം നടന്നില്ല. എന്ന് മാത്രമല്ല, ജോസ് കെ മാണി ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും തന്ത്രിയുടെയും ഒക്കെ വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ മുന്നണി മാറ്റം എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് ശക്തിയുണ്ട്, മധ്യമേഖലയിൽ കേരളത്തിൻ്റെ മധ്യ തിരുവിതാംകൂറിലെല്ലാം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ശക്തി കണ്ടിട്ട് മാണിയെ ഒപ്പം കൂട്ടുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെയാണോ അവിടെ മുന്നണിക്ക് വിജയമുണ്ടാകും എന്നാണ്. പ്രദീപ് ജോസഫിലേക്ക്. പ്രദീപ്, എന്തായാലും ഇനി ജോസ് കെ മാണിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരുമായി ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ട്, സ്വകാര്യ സംഭാഷണം എന്ന പോലെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, പ്രദീപ് ജോസഫുമായിട്ടൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. പ്രദീപ് ജോസഫ് കേൾക്കാമെങ്കിൽ. പ്രദീപ്, മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചിരുന്നു, എന്തെങ്കിലും വിഷയമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്? അപ്പോൾ കേരള കോൺഗ്രസ് സംബന്ധിച്ച് നമുക്കറിയാം, വിഷയമൊന്നും വേണ്ട. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ മാണി സാർ ഉൾപ്പെടെ ഒരു സുപ്രഭാതത്തിൽ നേരം പുലരുമ്പോഴൊക്കെ മുന്നണി മാറ്റം നടത്തിയ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എന്തായാലും ഇതൊരു അടഞ്ഞ അധ്യായമായി ഈ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. രാഷ്ട്രീയമാണ്, ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട്. നീക്കങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷ പൂർണ്ണമായും അടഞ്ഞ ഒരു അധ്യായം എന്ന് പറയാനാവില്ല. കാരണം രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒന്നും രണ്ട് അല്ല എന്ന് പറയാറുണ്ടല്ലോ. ജോസ് കെ മാണി ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള കോൺഗ്രസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. കേരള
കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം അസന്ധിഗ്ധമായി പറഞ്ഞത്. അതേസമയം കേരള കോൺഗ്രസ് LDF ഉണ്ടാകും, LDFന് ഭരണം കിട്ടുമെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടില്ല എന്നത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചൂണ്ടിക്കാട്ടാവുന്ന ഒന്നാണ്. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് മുന്നണിയിലായിരുന്നോ അവിടെ ഭരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കണക്കാക്കിയത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം വെള്ളിയാഴ്ച ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്യും. നിലവിൽ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഒരു മുന്നണി മാറുമ്പോൾ നേരത്തെ മുന്നണി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളർച്ചയുണ്ടായിട്ടുണ്ട്, പിളർച്ചയുണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് കേവലം 2-3 മാസം മാത്രം ശേഷിക്കെ ഒരു മുന്നണി മാറ്റം ഉണ്ടായാൽ അതിന് യുക്തമായ ഒരു കാരണം സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നിലവിൽ എന്ത് കാരണം ചൂണ്ടിക്കാണിക്കും എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എമ്മിൽ പല ആളുകളും ഉയർത്തിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മാത്രമല്ല അവർ മറ്റൊരു ഉദാഹരണം കൂടി എടുത്തു കാട്ടുന്നുണ്ട്. അങ്ങനെ മുന്നണി മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പാലായിലെത്തി സംസാരിച്ചപ്പോൾ അന്ന് MP ആയിരുന്ന തോമസ് ചാഴികാടൻ മധ്യകേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരുടെ ദുരിതങ്ങൾ എണ്ണി പറയാൻ ശ്രമിക്കുമ്പോൾ അത് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമല്ല എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. തോമസ് ചാഴികാടൻ MPയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇതെന്ന് വ്യാപകമായ പ്രചാരണമുണ്ടായിരുന്നു. പാർട്ടിക്ക് തന്നെ അതിൽ ചില പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടി വന്നു.